ഹൈക്കോടതി വിധി വന്ന 6 മണിക്കൂറിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി കൌൺസിലർമാർ. കാപ്പ ചുമത്തപ്പെട്ട് ജയിലിൽ കഴിയുന്ന വാഴോട്ടുകോണം കൌൺസിലർ ആർ സുഗതൻ ഒഴികെയുള്ള 19 പേരും 4:30 സത്യപ്രതിജ്ഞ ചെയ്തു. ഈശ്വരനാമത്തിലായിരുന്നു എല്ലാവരുടെയും സത്യപ്രതിജ്ഞ. എന്നാൽ ചട്ടവിരുദ്ധമായി തട്ടിക്കൂട്ടി നടത്തിയ ചടങ്ങാണിതെന്നും പ്രതിപക്ഷാംഗങ്ങളെ വിവരമറിയിച്ചില്ല എന്നും LDF ആരോപിച്ചു. ഉദയന്നൂർ ദേവിയും പത്മനാഭസ്വാമിയും ആറ്റുകാലമ്മയും മുതൽ ബലിദാനികളും ഭാരതാംബയും വരെ ഇങ്ങനെ ചട്ടവിരുദ്ധമായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ 20 പേരും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ വിധി. ഇതിനായി 4 ആഴ്ച വരെ സമയവും അനുവദിച്ചിരുന്നു. എന്നാൽ 6 മണിക്കൂറിനുള്ളിൽ ഇന്ന് വൈകുന്നേരം 4:30 തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താൻ കോർപ്പറേഷനിലെ ബിജെപി ഭരണസമിതി തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് കൌൺസിൽ ഹാൾ ഉപേക്ഷിച്ച് കോർപ്പറേഷനിലെ കോൺഫറൻസ് മുറിയിൽ അടിയന്തര സ്വഭാവത്തോടെ സത്യപ്രതിജ്ഞ. മേയർ വി രാജേഷ് തന്നെ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഭാരതാംബയുടെ നാമത്തിൽ ആദ്യ സത്യപ്രതിജ്ഞ ചൊല്ലിയ ഡെപ്യൂട്ടി മേയർ അടക്കം 19 പേരും ഈശ്വരനാമത്തിൽ ചട്ടപ്രകാരമുള്ള സത്യപ്രതിജ്ഞ ചൊല്ലി. കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ആശാന GS എന്ന ഞാൻ നിയമാനുസൃതം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ ഉദ്ദേശമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുള്ളൂ. അതേസമയം പ്രതിപക്ഷാംഗങ്ങളെ അറിയിക്കാതെയാണ് ചടങ്ങ് നടത്തിയതെന്ന് ആരോപിച്ച് LDF തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്ക് കത്ത് നൽകി. വീണ്ടും ഞങ്ങൾ തെറ്റ് ആവർത്തിക്കുമെന്ന് പറയുന്ന രൂപത്തിലേക്കുള്ള നടപടിക്രമങ്ങളാണ് ഇന്നിപ്പോ ഇവിടെ നടന്നത്. സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുകയാണെന്നുള്ളത് ചോദിക്കുമ്പോഴാണ് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുന്നത്. പ്രതിപക്ഷാംഗങ്ങളെ ഇമെയിലും വാട്സാപ്പും വഴി അറിയിച്ചിരുന്നെന്ന് മേയറുടെ മറുപടി. LDFന്റെയും UDFന്റെയും പാർലമെന്ററി പാർട്ടി നേതാക്കന്മാരെ മെയിൽ മുഖാന്തരവും ഇമെയിൽ മുഖാന്തരവും വാട്സാപ്പിലൂടെ അറിയിച്ചിരുന്നു. എന്നാൽ നിലവിൽ കാപ്പ ചുമത്തപ്പെട്ട് വിയ്യൂർ ജയിലിൽ കഴിയുന്ന വാഴോട്ടുകോണം കൌൺസിലർ ആർ സുഗതന് മാത്രം സത്യപ്രതിജ്ഞ ചെയ്യാനായില്ല. സുഗതൻ മറ്റൊരു ദിവസം സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ഭരണസമിതി ഹൈക്കോടതിയെ അറിയിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.